സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് ബഹിരാകാശ ഏജൻസിയാണ് മിലിറ്ററിയുടെ X-37B റോബോട്ട് ബഹിരാകാശ വിമാനം വിക്ഷേപിക്കുന്നത്? സ്പേസ് എക്സ്. അടുത്ത 5 വർഷങ്ങളിലായി 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ISROയുടെ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്ത്? ജിയോ ഇന്റലിജൻസ് ശേഖരണത്തിലൂടെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുക. ചൈനയുടെ മെങ്സിയാങ് ആഴക്കടൽ ഖനന കപ്പലിന്റെ പ്രാഥമിക ആവശ്യമെന്ത്? ആഴക്കടൽ ഖനനവും വിഭവ പര്യവേഷണവും. ഗ്ലോബൽ പ്രൊഫഷണൽ അക്കൗണ്ടൻസ് കൺവെൻഷനിൽ പുതിയ CA ഇന്ത്യ ലോഗോ പുറത്തിറക്കിയതാര്? ജഗ്ദീപ് ധൻകർ. നാവികസേനയ്ക്ക് അടുത്തിടെ എത്തിച്ച 7ാമത്തെ 250 മെൻ മെറിക്രാഫ്റ്റിന്റെ പേരെന്ത്? മഞ്ജുള. അടുത്തിടെ HALന്റെ എയ്റോ എഞ്ചിൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ പുതിയ നൂതന രൂപകൽപ്പനയും പരീക്ഷണ സൗകര്യവും എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ബംഗളൂരു. ഫയർ സർവീസ് ആൻഡ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റതാര്? വിവേക് ശ്രീവാസ്തവ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആക്ട് 1985 ഭേദഗതി വരുത്തിയ ശേഷം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചാൻസലറായി നിയമിക്കപ്പെട്ടതാര്? ജഗ്ദീപ് ധൻകർ. IPS ഉത്കൽ രഞ്ജൻ സാഹു ഈയിടെ ഏത് സംസ്ഥാനത്തിന്റെ പോലീസ് ഡയറക്ടർ ജനറലായി അധിക ചുമതല ഏറ്റെടുത്തു? രാജസ്ഥാൻ. P ഇന്ദിരാദേവിക്ക് 2023 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് ഫെല്ലോ എന്ന പദവി ലഭിക്കാനുള്ള കാരണമെന്ത്? കാർഷിക സാമ്പത്തിക ശാസ്ത്രത്തിലും ഗ്രാമീണ വികസനത്തിലുമുള്ള മികച്ച നേട്ടങ്ങൾ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.